നമ്മൾ SIR-വുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ SIR കരട് പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. മൂർക്കനാട് പഞ്ചായത്തിലെ കുളത്തൂർ കുറുപ്പത്താലിലെ 205-ാം ബൂത്തിൽ നിന്ന് 500-ലധികം പേരാണ് പുറത്തായത്. തിരുനാവായ പഞ്ചായത്തിലെ അജിതപ്പടിയിലെ 181-ാം ബൂത്തിൽ 538 പേരും, തൃപ്പങ്കോട് പഞ്ചായത്തിലെ പെരിന്തല്ലൂർ 62-ാം ബൂത്തിൽ 298 പേരും കരട് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായി. BLOമാരുടെ അനാസ്ഥയാണ് കരട് പട്ടികയിൽ നിന്ന് പുറത്താകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവരോട് ജനുവരി 14-ന് ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഏകദേശം ഒരു 500-ലധികം പേർക്ക് ഹിയറിംഗ് നോട്ടീസ് ഉണ്ടെന്നാണ് നമ്മുടെ അടുത്തുള്ള വിവരം കിട്ടിയിട്ടുള്ളത്. പക്ഷേ അത് മുഴുവൻ ആളുകൾക്ക് കൊടുത്തായിട്ട് അറിയില്ല കേട്ടോ. കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആളുകൾക്ക് ഹിയറിംഗിന് ഹാജരാകുമെന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമുള്ള കാര്യം. ഒരു ബൂത്തിലും ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. 32 ബൂത്തുണ്ട്. ഇപ്പോൾ പുതിയ ബൂത്തുകളൊക്കെ 24 8 ബൂത്ത് കൂടി 32 ആയിട്ടുണ്ട്. ഈ 31 ബൂത്തുകളിലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ 205-ാം ബൂത്തിലുണ്ടായിട്ടുള്ളത്. 50% മുകളിൽ ആളുകൾ ഹിയറിംഗിന് ഹാജരാകേണ്ട ഒരു ദുരവസ്ഥയാണുള്ളത്. ഈ അവസ്ഥക്ക് പരിഹാരം കാണാൻ വേണ്ടിയാണ് തിരൂർ തഹസിൽദാർക്ക് നമ്മൾ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് കലക്ടർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞ റിപ്പോർട്ടോട് കൂടി. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നിടത്തും അതുപോലെ തന്നെ SIR-ൻ്റെ മറ്റു കാര്യങ്ങളിലുമൊക്കെ BLOമാർക്ക് വേണ്ടത്ര ആവശ്യമായ പരിശീലനങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ടും അവർക്ക് അതേക്കുറിച്ച് അത്ര ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ടും സംഭവിച്ച പിഴവുകളാണ്. ഇത് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയാണ്. അപ്പോൾ ആ വീഴ്ച കൊണ്ട് നമ്മളെ വോട്ടർമാർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. 298 പേരാണ് പുറത്തുപോയത്. അത് ISR-ന്റെ ലിസ്റ്റിൽ ഉള്ളവർ പോലും അത് പുറത്തായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ SIR-ന്റെ ഫോം എല്ലാം കളക്ട് ചെയ്തിട്ട് കലക്ടർക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. യൂനുസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകാനുള്ളത് മലപ്പുറത്ത് നിന്ന്. യൂനുസ്, കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ ചില ബൂത്തുകളിൽ ഇതേ പ്രശ്നമുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു, വോട്ടർമാർ പുറത്താകുന്ന പ്രശ്നം. അതായത് BLOയുടെ പിഴവ് കാരണമാണ് അതെന്ന് പിന്നീട് വെളിപ്പെടുകയും ചെയ്തിരുന്നു. ഇത് എന്ത് പിഴവാണ് BLOക്ക് സംഭവിച്ചത്? എങ്ങനെയാണ് ഇത്രയും വോട്ടർമാർ പുറത്തായത്? നൗഫൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കുറ്റ്യാടിയിൽ ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായത്. SIR-ലെ കരട് പട്ടികയിൽ നിന്ന് 100-ലധികം ആളുകൾ പുറത്തു പോയ ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ സമാനമായ ഒരു സാഹചര്യം മലപ്പുറത്തും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം ജില്ലയിൽ 3 പ്രദേശത്ത് 3 പഞ്ചായത്തുകളിലായി 1000-ലധികം പേരാണ് ഇപ്പോൾ SIR-ന്റെ കരട് പട്ടികയിൽ നിന്ന് പുറത്താകുന്നത്. വലിയ ആശങ്ക നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം SIR വലിയ ആശങ്ക നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോഴും 1000-ലധികം പേർ ഈ വിവിധ 3 പഞ്ചായത്തുകളായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂർക്കനാട് പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ തൃപ്പങ്കോട് പഞ്ചായത്ത്, തിരുനാവായ പഞ്ചായത്ത്, ഇവിടെ നിന്നാണ് ഇപ്പോൾ ഈ 1000-ലധികം പേർ ഇപ്പോൾ SIR കരട് പട്ടികയിൽ നിന്ന് പുറത്തായത്. ഈ മൂർക്കനാട് പഞ്ചായത്തിലെ കുളത്തൂർ കുറുപ്പത്തായിലെ 205-ാം ബൂത്ത്, അവിടെ 500-ലധികം പേർ ഇപ്പോൾ പുറത്തായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായി ഇവർ ഉന്നയിക്കുന്ന കാര്യം BLOയുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ്. കൃത്യമായ രേഖകൾ കൃത്യമായ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ BLOക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഈ വോട്ടർമാർ ഉന്നയിക്കുന്നത്. പ്രധാനപ്പെട്ട് ഈ വോട്ടർമാർ, പ്രത്യേകിച്ച് ഈ മൂർക്കനാട് പഞ്ചായത്തിലെ ഈ 205-ാം ബൂത്തിലെ BLO, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. ഈ ഡ്യൂട്ടി മറ്റൊരു വ്യക്തിക്ക് ഈ BLO ഏൽപ്പിച്ചു എന്നുള്ളൊരു ആരോപണം ഈ വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ BLOയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മലപ്പുറത്തെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് 2002-ലെ വോട്ടർ ലിസ്റ്റിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട്, അവരെയാണ് ഹിയറിംഗിന് വിളിപ്പിച്ചത് എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഏതായാലും വലിയ ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ തിരുനാവായ പഞ്ചായത്തിലെ അജിതപ്പടിയിലെ 181-ാം ബൂത്തിൽ 538 പേരാണ് ഇപ്പോൾ ഇതിൽ നിന്ന് പട്ടികയിൽ നിന്ന് പുറത്തായി. നമുക്കറിയാം 1000-ഓളം വോട്ടർമാരാണ് ഇവിടെയുള്ളത്. അതിൽ പകുതിയിലധികം പേർ ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രധാനമായി ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഇത് കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൻ്റെ അവസാന ദിവസം ഉണ്ടായത്. പിന്നീടും ഒരാഴ്ച ഇതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അവസരം നൽകിയിരുന്നു. ആ സമയത്ത് ഇവർ ഒരു ക്യാമ്പ് വെച്ചു. നിരവധി പേർ, 500-ഓളം പേർ എത്തുകയും ചെയ്തു. ഈ സമയത്താണ് BLO അറിയിക്കുന്നത് അതിൻ്റെ സമയം കഴിഞ്ഞു, ഇനി അത് നടക്കില്ല എന്നുള്ളൊരു സമയം കഴിഞ്ഞു എന്നാണ് BLO അറിയിച്ചത് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. പ്രധാന
പ്രധാനപ്പെട്ട് വിയലോയുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി എന്നാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. മറ്റൊന്ന് തൃപ്പങ്ങോട് പഞ്ചായത്താണ്. തൃപ്പങ്ങോട് പഞ്ചായത്ത് പെരിന്തല്ലൂർ 62-ാം ബൂത്ത്, അവിടെ 298 പേരാണ് ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായത്. അവിടെയും ഇവിടെ BLOയുടെ ഒരു വീഴ്ച തന്നെയാണ് ഇവർ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായി ഇവർ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, കാരണം പലരും ഇപ്പോൾ വിദേശത്താണ്, പലരും പുറത്താണ്, പലരും അസുഖം ബാധിച്ച് നിൽക്കുന്നതാണ്. ഈ 14-ാം തീയതി അവരെ ഹിയറിംഗിന് വിളിപ്പിച്ചിട്ടുണ്ട്. സമീപ പ്രദേശത്ത് തന്നെയാണ്, ഹിയറിംഗിന് വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാവർക്കും ഹിയറിംഗിന് എത്താനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. ആ ഒരു സാഹചര്യം നിൽക്കുന്ന സാഹചര്യത്തിൽ കുറ്റ്യാടിൽ ചെയ്തതുപോലെ ഹിയറിംഗ്, കാരണം ഇത് ഇവരുടെ ഒരു പ്രശ്നമല്ല, കാരണം ഇത് BLOയുടെ ഭാഗത്തുണ്ടായ ഒരു പ്രശ്നമാണ്, വീഴ്ചയാണ്. ആ കാരണത്തിൽ സാധാരണക്കാരായ വോട്ടർമാരെ ഇതിൽ കുരുക്കായി അവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ കുറ്റ്യാടിൽ ചെയ്തതുപോലെ ഈ ഒരു ഹിയറിംഗ് ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. ഇവർ ഇപ്പോൾ തഹസിൽദാർക്കും അതോടൊപ്പം തന്നെ കലക്ടറും ഒക്കെ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇനിയും പരാതി നൽകും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും 14-ാം തീയതി ഇവരെ ഇപ്പോൾ ഹിയറിംഗിന് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ എല്ലാവരും ഈ ആയിരക്കണക്കിന് 1000-ത്തിലധികം ആളുകൾ ഹിയറിംഗിന് എത്തണം എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു നിർദ്ദേശം അത് പിൻവലിക്കണം, ഹിയറിംഗ് ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇവർ പറയുന്നത്.